അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇതൊരു അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. ഇനിയൊരു 5-8 മാസത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അതിൽ ജനങ്ങൾക്ക് തന്നെ താല്പര്യമില്ലാത്തൊരു സാഹചര്യം എന്ന നിലയ്ക്കായിരിക്കുമോ പ്രതികരണം, അതോ വലിയ ചൂടേറിയ രാഷ്ട്രീയ പോര് നടക്കുമോ നിലമ്പൂരിൽ? ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിക്കും BJPയുടെ പ്രതിനിധിക്കും ആകെ ആശങ്ക CPM അരിവാൾ ചിറ്റികയിലായിരിക്കുമോ മത്സരിക്കുക, CPMന്റെ നേതാക്കന്മാരാണോ മത്സരിക്കുക, അതുപോലെ സ്വതന്ത്ര കാൻഡിഡേറ്റ് ആണോ മത്സരിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ്. അതൊക്കെ ഞങ്ങളുടെ ആഭ്യന്തര കാര്യമല്ലേ. ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു 7 ദിവസത്തിനുള്ളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന്. അപ്പോൾ അതൊക്കെ കാത്തിരുന്ന് കാണുക. നിങ്ങൾ ഈ ആശങ്കപ്പെട്ട് ഈ ചർച്ചയിലെ സമയം അതിനുവേണ്ടി കളയണോ? പിന്നെ BJPയുടെ പ്രതിനിധി ആദ്യം തീരുമാനിക്കും, നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക. ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ വേണ്ടണം എന്നല്ലേ പറഞ്ഞത്, BJPയോ NDയോ ആണോ വേണ്ടണം എന്നാ പറഞ്ഞത്. ആദ്യം നിങ്ങളുടെ വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക, അതോ UDFന് വോട്ട് കച്ചവടം സ്ഥിരമായി നടത്തണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കുക. എന്നിട്ട് ഞങ്ങളുടെ കാര്യം നോക്കാൻ വാ, അതാണ് പറയാനുള്ളത്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി സ്ഥിരമായി ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അങ്ങനെ സ്ഥിരമായി പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. 1 പെൻഷൻ, 2 റേഷൻ, 3 സപ്ലൈകോ എന്നുള്ള രീതി. നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണം. നിങ്ങൾ ഇനി അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ ഇടപെടില്ല. കാരണം ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കൊടുത്ത പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട്, ഞങ്ങൾ കൊടുത്ത പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ജനങ്ങളാണ്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താ? ഞങ്ങളുടെ ഗവൺമെന്റ് തന്നെ മാർക്കിടുന്നു, നേതാക്കന്മാർ മാർക്കിടുന്നു. ഞങ്ങൾ മാർക്കൊന്നും ഇട്ടിട്ടില്ല. ഞങ്ങൾ നടത്താം എന്ന് പറഞ്ഞ കാര്യം 2021 കാര്യം അതും കൊടുത്തു, നടത്തിയ കാര്യങ്ങളും കൊടുത്തു. താരതമ്യപ്പെടുത്തുന്നത് ജനങ്ങളാണ്. അത് ജനങ്ങൾ അത് നോക്കിക്കോട്ടെ. താങ്കൾ പറഞ്ഞല്ലോ ഇപ്പൊ ലൈഫ് മിഷൻ 5,47,000 പേർക്ക് ഞങ്ങൾ വീട് കൊടുത്തു എന്ന് പറയുമ്പോൾ ആ വീട് കിട്ടിയവർക്കെങ്കിലും അറിയാമല്ലോ കിട്ടിയെന്ന്. കോൺഗ്രസ് ഇങ്ങനെ ചുമരിൽ എഴുതി കാണിക്കുന്നത് പോലെ അല്ലല്ലോ, വായുവിൽ എഴുതുന്നത് പോലെയല്ല. 4 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തു എന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. കൊടുത്തു എന്ന് കൃത്യമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ പ്രകടന പത്രികയും കൊടുത്ത പ്രോഗ്രസ് റിപ്പോർട്ടും നമ്മുടെ മുന്നിലുണ്ട്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും എന്താണെന്ന് പോലും ഈ 9 വർഷത്തിനിടയിൽ ജനിച്ച കുട്ടികൾക്ക് അറിയില്ല. ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. 6 പേരെ എടുക്കുമ്പോൾ അതിൽ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്നു, 1,600 രൂപ വീതം പെൻഷൻ കൊടുക്കുന്നു. ആ പെൻഷൻ കൊടുക്കുമ്പോഴും 2 മാസ കുടിശ്ശിക ഇനിയും പെൻഡിംഗ് ഉണ്ട്. അത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ്. 12 പേരെ എടുക്കുമ്പോൾ അതിൽ ഒരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം 7,000 കോടി രൂപയാണ് ഞങ്ങൾ സൗജന്യ ചികിത്സ കൊടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനം ഈ കേരളമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആണ് പ്രഖ്യാപിച്ച് അതിനുള്ള അവാർഡ് തന്നത്. മുഴുവനും പറയല്ലേ നമ്മൾ ഈ പറയുന്ന റിപ്പോർട്ട് മുന്നിൽ വെച്ചിട്ട് അത് മുഴുവൻ ചർച്ചയിൽ പറഞ്ഞാൽ തീരില്ല. ഒറ്റ മിനിറ്റ് അല്ലല്ല പറഞ്ഞാൽ തീരില്ല എന്നല്ല, അതിപ്പോ ഇവിടെ പറയാനുള്ള സമയമില്ല എന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. അതിനെ അങ്ങനെ കാവ്യവൽക്കരിക്കല്ലേ. ഒരൊറ്റ മിനിറ്റ്. വനം വകുപ്പിനെതിരെ ഉയരുന്ന വലിയ പ്രതിഷേധങ്ങൾ മലയോര മേഖലയിൽ കാണുന്നതാണ്. അതിന് വില കൊടുക്കേണ്ടി വരുമോ സംസ്ഥാന സർക്കാരിന് തെരഞ്ഞെടുപ്പിൽ? ഇവിടെ കൃത്യമായി വനം വന്യജീവി സംഘർഷത്തിന്റെ സാഹചര്യം എന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സഖാബ് EP ജയരാജൻ നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ ജാഥ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടക്കുന്നു. അതിലടക്കം ഞങ്ങൾ ജനങ്ങളോട് ഈ കാര്യം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ നിയമം കൊണ്ടുവന്നത്. ആ നിയമത്തിൽ അമെൻമെന്റ് വരുത്തിയത് BJP ആണ്. ആ നിയമത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിലവിലെ സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്ന ചില മൃഗങ്ങൾ, ആ മൃഗങ്ങൾ വെടിവെച്ച് കൊല്ലപ്പെട്ടാൽ അത് കൃത്യമായി മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടണമോ അതോ എണ്ണയിൽ വറുത്ത് കഴിക്കാൻ കഴിയുമോ, അത്തരത്തിൽ മനുഷ്യന് കഴിക്കാൻ കഴിയുന്ന മാംസം കഴിക്കാൻ പറ്റുമോ എന്ന വിഷയങ്ങളിലുള്ള പ്രശ്നമുണ്ട്. അതിൽ സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നത് മാക്സിമം ചെയ്യുകയും കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമപരമായിട്ടുള്ള ഉത്തരവ് പോസിറ്റീവായിട്ട് കിട്ടേണ്ടത് കിട്ടുന്നു. അത്തരത്തിൽ അവിടുത്തെ ജീവനക്കാരോടൊപ്പം കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങളോടൊപ്പം ഈ കൃത്യമായി വനത്തിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളോടൊപ്പമാണ് LDF ഗവൺമെന്റ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം ഈ കാട്ടുപന്നിയെ തിന്നാൻ കിട്ടുമോ എന്നുള്ളതല്ല. കാട്ടുപന്നിയോ കടുവയോ പുലിയോ ആനയോ ഇറങ്ങി വന്ന് ചവിട്ടിയും കടിച്ചും വലിച്ചു കീറിയും കൊന്നുകളയുന്ന സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിനെ തിന്നാൻ കിട്ടുമോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അവിടെ എന്ത് ചെയ്യാൻ കഴിയും? നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ കഴിയൂ. ഇവിടെ ഫെൻസിങ്ങിന് വേണ്ടി പണം അനുവദിച്ചു എന്നൊക്കെ പറയുന്ന തനി മണ്ടത്തരാണ്. അദ്ദേഹം വെറുതെ പറയാം 40% സംസ്ഥാനം ഇട്ടില്ല, അതുകൊണ്ട് ബാക്കി പണം പോയി. എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാ? കേന്ദ്രത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യം കേന്ദ്രം ചെയ്തേ പറ്റൂ. MP-മാർ അതിനുവേണ്ടി ശക്തമായിട്ടുള്ള ശബ്ദം ഉയർത്തണം. ഒരിക്കലും വന്യജീവി സംഘർഷം ഉണ്ടാകാത്ത തരത്തിൽ നമ്മുടെ സാധാരണക്കാർക്ക് അന്തസ്സോടെ ധൈര്യത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവും കേന്ദ്ര ഗവൺമെന്റ് നിർവഹിച്ചേ പറ്റൂ. പക്ഷേ സംസ്ഥാന സർക്കാരും അതിൽ കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത്
അനുകൂലമായോ അല്ലെങ്കിൽ ഇത്തിരി സഹജീവി സ്നേഹത്തോടെയോ പ്രതികരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമെങ്കിലും ഇല്ലേ? നിങ്ങളുടെ ഭരണപക്ഷ MLA-ക്ക് വനംവകുപ്പിന്റെ ഓഫീസിൽ കടന്നു ചെന്ന് പ്രതിഷേധിക്കേണ്ടി വന്നില്ലേ? അതും കടുത്ത ഭാഷയിൽ പ്രതിഷേധിക്കേണ്ടി വന്നില്ലേ? വിമർശനങ്ങൾ ഏറെ ഉണ്ടായില്ലേ? അതിൽ ചില ബ്യൂറോക്രസി ഉദ്യോഗസ്ഥന്മാർ അവർ ഗവൺമെന്റ് നിലപാടുകൾക്ക് എതിരായിട്ട് പ്രതികരിക്കുന്ന കാഴ്ച കുറച്ചു നാളായി കാണുന്നു. അതുപോലെ തന്നെ DFO അടക്കം പല വനം വകുപ്പ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്, IFS ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരാണ്. അത്തരത്തിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ ഏറ്റവും സൗഹൃദത്തോടെ കാണാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ലെങ്കിൽ അവർക്കെതിരെ വരെ പ്രതികരിക്കുന്നവരായി CPM-ന്റെ MLA-മാരും മന്ത്രിമാരും മാറിയിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങളോടൊപ്പം നിന്ന് പൊരുതുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എത്രയോ കേസ് ഞങ്ങൾക്കെതിരെ വകുപ്പിന്റെ കാര്യം നോക്കാൻ ആ വകുപ്പിന് കഴിയില്ലാത്തത് കൊണ്ടാണോ മറ്റ് MLA-മാർക്ക് പോകുന്നത് ഈ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ? ഇപ്പോ പണ്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്, പഴയ സർക്കാരിന്റെ ഭൂതാവേശം എന്നൊക്കെ. 9ാം വർഷത്തിലും അത് പറഞ്ഞു ഒഴിയാൻ പറ്റുമോ? 108 പോലീസുകാർ ഈ കേരളത്തിന്റെ പോലീസ് നയത്തിനെതിരെ പ്രവർത്തിച്ച് അവരെ ജോലിയിൽ നിന്ന് വിടുതൽ നടത്തി വീട്ടിലിരുത്തിയിരിക്കുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അതുപോലെ ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ അതിനെല്ലാം ബ്യൂറോക്രസി മുഴുവൻ ഗവൺമെന്റിന്റെ കീഴിലല്ലേ എന്ന പൊതുചോദ്യമല്ല ചോദിക്കേണ്ടത്. ഗവൺമെന്റിന്റെ നയങ്ങൾക്കും സാധാരണ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിനെതിരെ ഏത് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാലും ഏത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാലും പോലീസ് സംവിധാനം പ്രവർത്തിച്ചാലും അതിശക്തമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ CPM വിമർശനം ഉന്നയിക്കുന്നില്ലേ? അപ്പോ ഉദ്യോഗസ്ഥരുടെ ബ്യൂറോക്രസി എന്നൊക്കെ പറയുന്നില്ലല്ലോ. സ്വാഭാവികമായും ഏത് സർക്കാരിന് കീഴിൽ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ടോ ആ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് ഭരണപക്ഷത്തു നിന്ന് തന്നെ ഉണ്ടാവുകയാണെങ്കിൽ ആ വകുപ്പിൽ എന്തു ചെയ്യുകയാണ്? അട്ടം നോക്കി കുത്തിയിരിക്കുകയാണോ വകുപ്പിന്റെ മേധാവികൾ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും.